ചേട്ടന് സത്യത്തിൽ ഇങ്ങനെ ഈ മാളികപ്പുറം സിനിമ എഴുതി ഇത്രയും ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ നെഞ്ചിനകത്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് വന്നിരുന്നോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ മാളികപ്പുറത്തിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഞാൻ ഇവിടുന്ന് നോർത്തില് ഹരിദ്വാർ ദേവപ്രായിൽ പോയി താമസിച്ചിട്ടുണ്ട്. കാശിക്ക് പോയോ? അല്ല, അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. ഞാൻ രഞ്ജന അറിയാം ആ സമയത്ത് ഞാനിവിടെ നിന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും എന്ന് തോന്നിട്ട് അവനും വേറെ എൻ്റെ 2-3 സുഹൃത്തുക്കളും ചേർന്നിട്ട് എന്നെ ഇവിടുന്ന് മാറ്റി. അപ്പോൾ ഹരിദ്വാറിൽ ഒരു അയ്യപ്പ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 3 ദിവസം പോയി താമസിച്ചു. അതിനുശേഷം ദേവപ്രയാഗ്, അതായത് ദേവപ്രയാഗ് എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളൊന്നാണ്. ഞാൻ പോയിട്ടില്ലെങ്കിലും ഞാൻ കാണുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഭയങ്കര ഒരു ടോട്ടൽ ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് മൈൻഡ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ടാണ് ഞാൻ സുമതിയോട് നമുക്ക് ഓണാക്കാം വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. കാരണം ആ സമയത്ത് എന്താ കാര്യം വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ വന്നു. ഏതെടുക്കണം, ഏത് ചെയ്യണം എന്ന് ഒരു കൺഫ്യൂഷനായി. പിന്നെ പേഴ്സണലി എനിക്ക് ആ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഫീൽ ചെയ്തു ലൈഫിൽ. ഇതെല്ലാം ഓവർകം ചെയ്യണം എനിക്ക്. അപ്പോൾ ഓവർകം ചെയ്യാൻ ഞാൻ എപ്പോഴും അതിന് കാണുന്ന വഴി സ്പിരിച്വൽ ലൈഫാണ്, അല്ലെങ്കിൽ ഡിവൈനിറ്റിയാണ്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ കാണാൻ പോകുക, അമ്പലങ്ങൾ പോകുക. അങ്ങനെയാണ് ഞാൻ ഹരിദ്വാറിലേക്ക് പോയത്. പക്ഷെ അന്ന് എന്നെ അവരത് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പിന്നെ സിനിമ ചെയ്യില്ലായിരുന്നു. ഞാൻ മാളികപ്പുറത്തോട് ഒരുപക്ഷെ ഞാൻ നിർത്തിയേനെ. പക്ഷെ എന്നെ അന്ന് രഞ്ജനും ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളും ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ടാണ് തിരിച്ചു വന്ന് ഞാൻ വീണ്ടും സിനിമ ചെയ്യാൻ തയ്യാറാവുന്നത്. ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടായി ഒരു ഇൻ്റർവ്യൂ പറയുന്നത്.